ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഇഡ്ഡലിക്കും ഉഴുന്ന് ദോശയ്ക്കൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ചമ്മന്തി ഇട്ട്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്: 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ചെറിയ ഉള്ളി ഒരു 5 എണ്ണം, ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ സവാള ചെറുതാക്കി അരിയാണ്. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചിട്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട്. സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് പച്ചച്ചുവ മാറണ വരെ അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ചമ്മന്തിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഞാനൊരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യം തോന്നിയാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. വഴന്ന് വന്നാൽ ഒരു ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവും. സവാള നല്ല വഴന്ന് വന്നു. ഞാൻ വെള്ളുള്ളി ചതച്ചിട്ടില്ല, ചതക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മിക്സിയിൽ അരയ്ക്കാനുള്ളതാണല്ലോ. അപ്പോൾ അത് വെള്ളുള്ളി അതിലിട്ട് കൊടുത്തിരിക്കുന്നു. തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് തക്കാളി ഞാൻ സവാളയുടെ കൂടെ ഇട്ട് കൊടുത്തു. ഞാൻ തക്കാളി നല്ല വഴന്ന് വരണം. 2 വേപ്പിൻ്റെ ഇല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലൊന്ന് വഴന്ന് വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കുകയാണ്. നല്ല തക്കാളിയും സവാളയും ഒക്കെ കൂടി നല്ല വഴന്ന് വന്ന് ഇനി അതിലേക്ക് ആവശ്യമായ മുളകും പൊടി, ഞാൻ 2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ എരിവില്ല, അതുകൊണ്ട് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിന് ഞാൻ മുളക് പൊടിയുടെ ഒരു പച്ച കുത്തണ ചുവ ഉണ്ടാവും, അതൊന്ന് മാറി കിട്ടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അതെല്ലാം വാങ്ങി ഞാൻ മിക്സിയിൽ അരച്ചിട്ടു. ചമ്മന്തി റെഡി ആയിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലിക്കാണ് ചമ്മന്തി എടുത്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അറിയുന്നുണ്ടാവും, എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ സപ്പോർട്ടും ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.